ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. തന്നെ സ്നേഹിക്കുന്നവരെ മറക്കാതെ ഓർക്കുന്ന ഒരു ദൈവം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനം: മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയുന്നവനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഓർക്കുന്ന ഈശോയുടെ വാഗ്ദാനമാണ് ഈ തിരുവചനത്തിൽ നാം കാണുക. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ഓർമ്മ ദൈവസന്നിധിയിൽ ഉണർന്നു വരുമ്പോഴാണ് അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം വചനം: ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നടത്തിയ ഒരു നന്ദി പ്രകടനമാണിത്. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല, മറന്നിട്ടില്ല എന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ തമ്പുരാൻ പറയുന്നുണ്ട്, ഇതാ നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. നമ്മുടെ പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തമ്പുരാന് നമ്മെ മറക്കാനാവില്ല. ഉത്തമഗീതം 8:12 വചനം എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേത് മാത്രമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവം നമ്മോട് കൂടെ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ നാം നമ്മുടെ ജനനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. നാം പോലും അറിയാതെ അമ്മയുടെ ഉദരത്തിലേക്ക് ദൈവം സ്വന്തം കരം കൊണ്ട് മെനഞ്ഞ് എടുത്തു വെച്ച ഒരു ദിവസമുണ്ട്. അന്ന് മുതൽ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്, സ്വർഗത്തിലുണ്ട്. അത് നീ മറന്നു പോകരുത്. എന്ന് നീ ജനിക്കണമെന്നും എത്ര നാൾ നീ ഈ ഭൂമിയിൽ തുടരണമെന്നും പോലും ഓർത്തു വെച്ചിരിക്കുന്ന ഒരു ദൈവം, അവൻ നിന്നെ ഒരിക്കലും മറക്കാനാവില്ല. ഈ ദാനിയേലിന്റെ പുസ്തകത്തില് ഈ 14-ാം അധ്യായത്തില് ദാനിയേൽ നന്ദി പ്രകടനം നടത്താൻ കാരണം എന്താണ്? യഹോവയായ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത് യഹോവയെ രാജാവിന്റെ മുൻപിലും എല്ലാ ജനങ്ങളുടെയും മുൻപിലും ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ദാനിയേല് വിജാതീയ ദേവന്മാരായ വ്യാളും ബേലിനെയുമൊക്കെ കൊന്നുകളഞ്ഞു. ദാനിയേല് രാജാവിന്റെ അനുമതി പ്രകാരം. ഇത് കണ്ട് അസൂയ പൂണ്ട അവര് ചെന്ന് രാജാവിനോട് പറഞ്ഞ് അദ്ദേഹത്തെ സിംഹക്കുഴിയിലേക്ക് അടയ്ക്കുകയാ. 7 ദിവസം പട്ടിണി കിടക്കുന്ന സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ എടുത്തെറിയുമ്പോൾ ദൈവം ആ നിമിഷം തന്നെ ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് സിംഹത്തിന്റെ വായടയ്ക്കുന്നത് നാം കാണുന്നുണ്ട്. എങ്കില് വിശപ്പും ദാഹവുമുള്ള ഒരു ശരീരം ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അവന് വിശക്കുന്നു, അവന് ദാഹിക്കുന്നു. ഇത് പറയുവാൻ ചുറ്റുവട്ടത്ത് ആരുമില്ല, ഒരു തുള്ളി വെള്ളം കൊടുക്കുവാൻ പോലും ആരുമില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗപിതാവിന്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയുമെന്ന്. ആ തമ്പുരാൻ ദാനിയേലിനെ ഓർക്കുകയാ. നാം കാണുന്നുണ്ട്, ഹബക്കൂക്ക് പ്രവാചകൻ വായുവേഗത്തില് ഭക്ഷണം കൊണ്ടുവന്ന് ദാനിയേലിന് സിംഹക്കുഴിയുടെ മുകളിൽ കൊടുക്കുന്നത് കാണുന്നുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം, ഹബക്കൂക്ക് ദൈവത്തിന്റെ പ്രവാചകനാ. അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ, എന്നെ നീ ഉപയോഗിക്കണം, നിന്റെ പ്രവാചകനാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന, ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഹബക്കൂക്ക് പ്രവാചകനോട് ദൈവം പറയുകയാ, ഹബക്കൂക്കെ, ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ. യൂദയാ ദേശത്തായിരിക്കുന്ന ഹബക്കൂക്കിന് ബാബിലോൺ എവിടെയെന്നറിഞ്ഞുകൂടാ, ദാനിയേൽ ആരെന്നറിഞ്ഞുകൂടാ. തന്റെ നിസ്സഹായ അവസ്ഥയിലും ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി നിൽക്കുന്ന ഹബക്കൂക്ക് പ്രവാചകനെ ദൈവത്തിന്റെ ദൂതൻ വായുവേഗത്തില് മുടിക്കുത്തിന് പിടിച്ചുകൊണ്ടുപോയി സിംഹക്കുഴിയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ദാനിയേലിനോട് പറയുന്നു, ദാനിയേലേ, ഇതാ ദൈവം നിനക്ക് അയച്ചു തന്ന ഭക്ഷണം കഴിച്ചാലും. തന്റെ പ്രാർത്ഥന കേട്ട് തന്റെ ശരീരത്തിന്റെ വിശപ്പും ദാഹവും പോലും അറിയുന്ന, തന്നെ സമ്പൂർണമായി അറിയുന്ന ദൈവത്തിന്റെ വലിയ കരുണയെ വാഴ്ത്തിക്കൊണ്ട ദാനിയേൽ പറയുക, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് മറന്നിട്ടില്ല എന്ന്. ആരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് എന്നെ ഒന്ന് ഓർക്കണമെന്ന് പറയുമ്പോൾ
അവരെയൊക്കെ ദൈവം ഓർക്കും. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 22-ാം വചനത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ദൈവമേ, ഇതും എനിക്ക് അനുകൂലമായി അവിടുന്ന് ഓർക്കണമേ. വീണ്ടും 13-ാം അധ്യായം 31-ാം വചനത്തില് അദ്ദേഹം പ്രാർത്ഥിക്കുകയാ, എന്റെ ദൈവമേ, എന്നെ എന്നും ഓർക്കണമേ എന്ന്. പ്രവാചകന്മാർ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, അങ്ങ് എന്നെ ഓർക്കണമെന്ന്. അവൻ എവിടെയായിരിക്കുന്നോ അവിടേക്ക് ദൈവത്തിന്റെ ദൃഷ്ടി പാഞ്ഞു ചെല്ലുന്ന ഒരവസ്ഥയിലേക്കാണ് നാം കാണുക. തമ്പുരാൻ മറന്നുപോകാത്ത വ്യക്തികളാ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവര്. ആ തമ്പുരാന്റെ സ്നേഹത്തിലേക്കാണ് നാം അടുത്തു വരേണ്ടത്. 1 സാമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വചനത്തില് 1-ാം അധ്യായം മുഴുവൻ നാം കാണുക സാമൂവേലിന്റെ ജനനത്തെ കുറിച്ചാണ്. ഏൽക്കാനയിലേക്ക് 2 ഭാര്യമാരുണ്ട്, പെനീനായും ഹന്നായും. ഹന്നായ്ക്ക് മക്കളില്ല. ആ വലിയ വേദനയും സങ്കടവുമൊക്കെയായി അവൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവളെ ഓർക്കുന്നു. വചനം എഴുതി വെച്ചിട്ടുണ്ട്, ഏൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ കാണാതെ പോകുന്നവനല്ല, നമ്മളെ മറന്നിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. മറിച്ച് നമ്മെ ഓർക്കുന്നവൻ, നമ്മെ മനസ്സിലാക്കുന്നവൻ, നമ്മെ കരുതുന്നവനാ. പലപ്പോഴും പലരും സംസാരിച്ചിട്ടുണ്ട്, കൗൺസിലിങ്ങിനും ദൈവത്തിന്റെ പ്രിയപ്പെട്ട വ്യക്തികളൊക്കെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവര് പറയുകയാണ്, രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ പുതപ്പ് ഒരു സ്ഥലത്ത് ചുരുട്ടി വെച്ചു, മടക്കി വെക്കണമെന്ന് ഓർത്തിട്ടും എനിക്ക് മടക്കി വെക്കാൻ പറ്റിയില്ല, ചുരുട്ടി വെച്ചിട്ട് പോയി. എൻ്റെ മുറിയിലെ മേശപ്പുറത്ത് ബ്ലാക്ക് കളറിൽ ഒരു പേന ഇരിപ്പുണ്ട്, അതുപോലും ആ വ്യക്തി എന്നോട് സംസാരിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, അത് കൗൺസിലിംഗ് നടത്തിയ വ്യക്തിയുടെ പ്രത്യേകതയല്ല. നീ എന്ന വ്യക്തിയെ ദൈവം അധികമായി സ്നേഹിക്കുന്നു, നിന്നെ ഓർക്കുന്നു, നിന്റെ ചലനങ്ങൾ അവിടുന്ന് നിരീക്ഷിക്കുന്നു, നിന്നെ അവിടുന്ന് മറന്നു കളഞ്ഞിട്ടില്ല. പലപ്പോഴും നാളെ നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്ന് പലരും പറയാറുണ്ട്. നിനക്കൊരു ജോലി ലഭിക്കും, ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാറുണ്ട്. അതും ദൈവം അവനെ ഓർക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ദൈവം നമ്മെ ഓർക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് തോന്നും. സങ്കീർത്തനത്തില് പറയുന്നുണ്ടല്ലോ, 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. വിചാരമുള്ള ഒരു കർത്താവാ നമ്മുടെ ദൈവം. നാം പലരോടും ചോദിക്കാറില്ല, ചിലപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോൾ കുറെ നാളുകളായിട്ട് ഫോൺ കിട്ടുന്നില്ല, യാതൊരു കോണ്ടാക്റ്റുമില്ല, നാളുകൾക്ക് ശേഷം ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കില്ലേ, മറന്നുപോയോ, ഓർക്കുന്നുണ്ടോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസമെങ്കിലും ദേവാലയത്തിന്റെ തിരുസക്രാരിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നീ നിന്റെ ഈശോയോട് ചോദിച്ചിട്ടുണ്ടോ, ഈശോയെ, നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന്? നീ എന്നെ മറന്നുപോയോ, നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ തക്ക ഒരു ഹൃദയ വിശാലത, ഒരു സ്വാതന്ത്ര്യം നിനക്കുണ്ടോ നിന്റെ ദൈവത്തോട്? വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ അവള് ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ, നിനക്കെന്നോട് കെറുവാണോ? നീ എൻ്റെ അടുത്തു നിന്ന് മാറി നിൽക്കുകയാണോ? എന്തേ എനിക്ക് ഇതുവരെയും കുരിശുകൾ തന്നില്ല എന്ന്. ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകും, അത് ദൈവം നമ്മെ ഓർക്കുന്നതിന്റെ പ്രതീകമാണ്. ദൈവം ഓർക്കുമ്പോൾ അവൻ സഹനങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ദൈവത്തോടടുക്കുമ്പോൾ ദൈവം അവനെ ഓർക്കും, അവനെ അനുഗ്രഹിക്കും, കൂടുതൽ സന്തോഷത്തിലേക്ക് അവൻ ആനയിക്കപ്പെടും. അതിനാണ് നാമൊക്കെ തയ്യാറാകേണ്ടത്. സഹനങ്ങളിൽ അകന്നു പോവുകയല്ല, മറിച്ച് ഓർക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ വരണം. ആ വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനാ ദൈവം നമ്മളെ വിളിക്കുന്നത്. തകർന്നു പോകുന്ന ജീവിതത്തിലും ദൈവം കരം പിടിച്ചു നടത്തും. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ കരുണയുടെ കയർ പിടിച്ച് നിന്നെ നയിച്ചുവെന്ന്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദൈവമേ, എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ കാരുണ്യം താങ്ങി നിർത്തിയെന്ന്. അതെ, നാം ഓർക്കുകയാ, നമുക്കിനി ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. പലരും പറയാറുണ്ട് ഈ അവസരത്തിൽ, ഇനി മുന്നോട്ട് എനിക്ക് ഒന്നുമില്ല, ആത്മഹത്യ എന്ന്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഷെയർ ചെയ്തതാ, ഈ 1.5 കോടി കടബാധ്യതകളുള്ള ഞാൻ ഇനി എന്ത് ചെയ്യാനാ? എന്തായാലും എനിക്കിനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ. ഒരു നീണ്ട കത്ത് അവൻ എഴുതുകയാ, പ്രിയപ്പെട്ട ഭാര്യയ്ക്കും 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും. ഒന്നുകിൽ എൻ്റെ മുമ്പിൽ ജയിലിൽ പോയി പിടികൊടുക്കുക, അത് ഇത്രയും വലിയ പ്രൗഢിയും ഉന്നതിയും ഒക്കെ ഉള്ള എൻ്റെ കുടുംബത്തിന് അത് സാധ്യമല്ല, എല്ലാവർക്കും നാണക്കേടാകും.
അതിലുമുപരി ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ എന്തു ചെയ്യുകയാ? അവൻ ഒരിടത്തെഴുതി, പ്രിയപ്പെട്ട ഭാര്യയെ, മക്കളെ, ഞാൻ പോവുകയാണ് ഈ ലോകത്തിൽ നിന്ന്, നിങ്ങൾക്കൊരു ബാധ്യതയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ രാത്രിയിൽ മുറിയിൽ കയറി കതക് കുറ്റിയിട്ടിട്ട് ഫാനിൽ ഒരു കയറെടുത്ത് തൂക്കിയിട്ട് കഴുത്തിലേക്ക് ഇടാൻ തുടങ്ങുന്ന ആ സമയത്ത് അവന് തൻ്റെ പിഞ്ചു കുഞ്ഞിന്റെ സ്വരം കേൾക്കുകയാ. അപ്പ എന്ന് വിളിച്ച് കരയുന്ന കൊച്ചിന്റെ സ്വരം കേൾക്കുകയാ. കുട്ടികളെ തൊട്ടടുത്ത മുറിയിലില്ല, ആ വീട്ടിൽ പോലുമില്ല എന്ന് വിചാരിക്കണം. എന്നിട്ടും തൻ്റെ ഇളയ കുഞ്ഞിന്റെ അപ്പ അരുത് എന്ന് പറയുന്ന ഒരു സ്വരം എവിടെ നിന്നാ കേട്ടതെന്ന് ഇന്നും അവന് മനസ്സിലാകുന്നില്ല. ഇന്ന് അവൻ പറയുന്നുണ്ട്, എൻ്റെ ദൈവം, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സിസ്റ്ററെ, ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, അത്രമാത്രം ഒരു ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലടി മുമ്പിലേക്ക് വെക്കുമ്പോൾ പോലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവം. ഈ കടബാധ്യതയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് തപസ്സിരുന്ന ദൈവത്തിന്റെ മുമ്പിൽ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ അടയാളങ്ങൾ ചെയ്യുകയാ. ഇന്നലെ അത്ഭുതകരമായിട്ട് തന്നെ ദൈവം അവന്റെ കടബാധ്യതകൾ നീക്കാനും അവനെ ജാമ്യം കൊടുത്ത് ജയിലിൽ നിന്ന് പോകാൻ ഇടയാകാതിരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് എന്നെയൊന്ന് ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കൂടെയുള്ള ഫ്രണ്ട്സ് നിന്നെ ഓർക്കും, ഒരു പരിധി വരെ, പഠിക്കുന്ന കാലഘട്ടങ്ങൾ വരെ. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സങ്കടം പറയുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറിപ്പോകും. പക്ഷെ നമ്മെ മറക്കാതെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, അവൻ അടുത്തു വന്നിരിക്കും, അവൻ വഴി തുറക്കും. ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് പോലും നമുക്ക് വേണ്ടി വഴി തുറക്കാൻ സാധിക്കുകയില്ല, അത് തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാ യെശയ്യാ 45:2 പറയുന്നത്, ഞാൻ നിനക്ക് മുമ്പേ പോകും, മലകൾ നിരപ്പാക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും, പിച്ചളവാതിലുകൾ തകർക്കുമെന്ന്. ശക്തിയേറിയ ഒരു കരം അവനുണ്ട്, ഒരു ഉരുക്കാർന്ന കരം അവനുണ്ട്. ആ കരം കൊണ്ട് അവൻ നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 6-7 വചനങ്ങളിൽ നാം വായിക്കുകയാ, ഇത് ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിനക്ക് വേണ്ടി ഞാൻ സ്ഥാപിച്ചിരിക്കുന്നുവെന്ന്. നാം കാണുന്നുണ്ടല്ലോ, അപ്പസ്തോല പ്രവർത്തനത്തിലോ ജയിലിൽ കിടക്കുകയാ പൗലോസും ശിഷ്യരും ഒക്കെ. അവരവിടെ കിടന്നുകൊണ്ടും ദൈവമേ ഞങ്ങളെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പോലും അറിയാതെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ജയിൽ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടു, അവർ പുറത്തേക്ക് ആനയിക്കപ്പെടുകയാ. ദൈവം ഓർക്കുന്നിടത്തേ രക്ഷയുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഈശോയിൽ വിശ്വസിക്കുമ്പോൾ, അവൻ നമ്മെ ഓർക്കുമ്പോൾ, അവന്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ നമ്മെ ആരും മാറ്റി നിർത്തുകയില്ല. അവൻ നമ്മുടെ കൂടെ ചരിക്കും, കൂടെ വസിക്കും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകം 28:15 കർത്താവിന്റെ വചനം നമുക്ക് ഓർക്കാൻ പ്രിയപ്പെട്ടവരെ. കൂടെ വസിച്ചുകൊണ്ട് മറക്കാതെ ചേർത്ത് പിടിക്കുന്ന ദൈവം, അവൻ കണ്ണിലെ കൃഷ്ണമണി പോലെയാ നമ്മളെ കാത്തു സൂക്ഷിക്കുക. ആ തമ്പുരാന്റെ മുമ്പിൽ തപസ്സിരിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ പഠിക്കണം. ജപമാല മണികൾ ചൊല്ലിത്തീർക്കുമ്പോൾ ആ മണികളൊക്കെ സ്വർണ്ണമുത്തുകളായി പരിശുദ്ധ അമ്മ ഈശോയുടെ പക്കലേക്ക് കൊടുക്കുന്നെന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വന്ന് ഷെയർ ചെയ്യുകയുണ്ടായി. ആ വ്യക്തിയിലേക്കും കർത്താവ് ഇടപെടുകയാ. അവൻ ഓർക്കുന്നു, അവൻ പറയുക, സിസ്റ്ററെ, എത്രയും ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ, എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ എൻ്റെ ഈശോ തന്നെ എനിക്കിത് വെളിപ്പെടുത്തി തന്നെന്ന്. ദൈവം നമ്മെ ഓർക്കുകയാ. നാം ചെയ്യുന്ന കുഞ്ഞു കാര്യം പോലും, രാവിലെ ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കാൻ നീ കടന്നു പോകുമ്പോൾ, നീ ഒരു പടി തട്ടി വീഴാതെ തുടങ്ങുമ്പോൾ, ഈശോ എന്ന് വിളിക്കുമ്പോൾ നേരെ നിൽക്കാൻ തക്ക വിധം ദൈവം നിന്നെ സംരക്ഷിച്ച് നിന്നെ ഓർക്കുന്ന ഒരവസ്ഥ. ഒരു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡന്റുകളായിരിക്കാം ദൈവം നിന്നെ ചില സമയത്ത് ഓർപ്പിച്ചു തരും. ആ സമയത്ത് ഞാനാണ് നിന്നെ താങ്ങിയത് എന്ന് പറഞ്ഞ് ദൈവ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മെ ഓർത്തു തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, അവൻ ഓർത്തു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളും അക്ഷയമായ സൗഭാഗ്യങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. വീണ്ടും നാം ഒക്കെ കഷ്ടതയുടെ നടുവിൽ നിൽക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:20 വചനം പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന്. വഴി തരുന്ന തമ്പുരാൻ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും അവൻ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. കാരണം നിന്നെ മറക്കാൻ അവന് പറ്റില്ല. അവന്റെ ഹൃദയത്തിലാണ് നിനക്ക് സ്ഥാനം.
തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന മറന്നു പോകാത്ത ഒരു തമ്പുരാൻ, സ്വന്തം അമ്മയേക്കാൾ ഏറെ നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ. ആ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നാം കടന്നു വരിക. ആ സ്നേഹത്തിലേക്ക് വരണം. അവിടെയാണ് ജീവിതത്തിന് ഉയർച്ചകൾ ഉണ്ടാവുക. അവിടെയാണ് ജീവിതത്തിന് വലിയ കാൽവെപ്പുകൾ എടുക്കാൻ പറ്റുക. പരാജയങ്ങളല്ല, വിജയത്തിലേക്ക്. വെളിപാടിന്റെ പുസ്തകം 6:2 ഒരു വചനം പറയുന്നുണ്ട്, അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചുവെന്ന്. അതെ, ഒരു വ്യക്തി വിജയിക്കുമ്പോൾ വിജയത്തിന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിക്കണമെങ്കിൽ അവന്റെ തേര് ദൈവം തെളിക്കണം. ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ തേരൊന്ന് വെച്ചു കൊടുത്താൽ ദൈവം നിന്നെ ഓർക്കുമ്പോൾ നിന്റെ വഴികൾ തെറ്റുകയില്ല. നിന്റെ പടികളിലെ പരാജയങ്ങളല്ല, വിജയങ്ങൾ മാത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവനോട് കൂടെയായിരിക്കാൻ, അവന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, അവന്റെ ശക്തിയിൽ ആശ്രയിക്കാനാ. ആ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ കൂട്ടുപിടിക്കും. ആ കൂട്ടുകാരനെ സ്നേഹിക്കാനാ നമ്മളൊക്കെ പഠിക്കേണ്ടത്. ആ കൂട്ടുകാരന്റെ അരികത്തിരിക്കാനാ നാമൊക്കെ പഠിക്കേണ്ടത്. ജീവിതത്തിന്റെ എത്രയെത്ര വലിയ അവസ്ഥകളിലേക്ക് നാം കടന്നു പോയാലും അവിടെയും ദൈവം കൂടെയുണ്ട്. തമ്പുരാനോട് പറയാൻ മേലാത്ത ഒരു രഹസ്യങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല. തമ്പുരാന് അറിയില്ലാത്ത രഹസ്യങ്ങളുമില്ല. അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. സഖറിയായുടെ പുസ്തകത്തിൽ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കുമെന്ന്. ആ തമ്പുരാൻ നിന്നെ നോക്കിയിരിക്കുകയാ, പരിശോധിക്കുകയാ. അവൻ നിന്നെ കാണുകയാണ്, അവൻ നിന്നെ മനസ്സിലാക്കുകയാണ്. ഈ കൂട്ടുകാരി മനസ്സിലാക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് തമ്പുരാൻ മനസ്സിലാക്കി തുടങ്ങും. അതുകൊണ്ടാണ് നെഹമ്യ പറഞ്ഞത്, അവൻ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങ് എന്നെ ഓർക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കണം. ദൈവം നമ്മളെ ഓർക്കണം, ദൈവം നമ്മളെ ഓർക്കണം. ദൈവം നമ്മളെ ഓർത്തു കഴിയുമ്പോൾ ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ നമുക്ക് ലജ്ജയുണ്ടാവില്ല. പലരെയും കാണാറുണ്ട്, പള്ളിയിൽ പോയി ഏറ്റവും മുമ്പിലേക്ക് പോയി പ്രാർത്ഥിക്കുക, അത് ലജ്ജാകരമായിട്ടാണ് ചിന്തിക്കുക. പലപ്പോഴും ദേവാലയത്തിൽ കടന്നു പോകാൻ പോലും തോന്നാറില്ല. വിശുദ്ധ കുർബാന പകുതിയാകുമ്പോൾ കടന്നു ചെല്ലുക. അതിന്റെ വില അറിയുന്നില്ല. നമ്മെ ഓർത്തിട്ട് നമുക്ക് വേണ്ടി ബലിയായിത്തീർന്ന ഒരു തമ്പുരാൻ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കി നീ അങ്ങോട്ട് ചെന്നാൽ നിന്നെ ഓർക്കുന്ന ദൈവം ആ വിശുദ്ധ കുർബാനയിൽ തന്നെ, ഒറ്റ വിശുദ്ധ കുർബാന കൊണ്ട് തന്നെ അവന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. അവൻ നിന്നെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കും. അതാ നീ ചെയ്യേണ്ടത്. എവിടെയൊക്കെയാ നമുക്ക് പാളിച്ചകൾ വരിക, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഓർക്കുവാനായിട്ട് ഓടിപ്പോവുകയാ. ഒരു കുഞ്ഞ് ഷെയർ ചെയ്തതാ, 1.5 വർഷമായി ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാ. പക്ഷെ അവൾക്ക് അവനേക്കാൾ നല്ലൊരു വ്യക്തിയെ കിട്ടിയപ്പോൾ അവൾ അവനെ ഉപേക്ഷിച്ചു പോയി. ഇന്ന് അവൻ ഉറക്കമില്ല, അവന് മാനസികമായ ഡിപ്രഷനിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നവൻ പറയുകയാ. സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുകയാ, ഈ 1.5 വർഷവും അവൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പോലും അവന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചില്ല. ദൈവത്തെ മാറ്റി നിർത്തി തനിക്ക് മറ്റുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരാണെന്ന് കരുതി അവരിൽ നിന്ന് എന്തൊക്കെയോ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി ഇരിക്കുവോ. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചെന്ന ആ കുട്ടി പറയുക. പ്രാർത്ഥിച്ചതൊക്കെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം. ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാതെ, തന്റെ ജീവിതത്തിലെ കുറവുകളിലേക്ക് നോക്കാതെ, ഒന്ന് കുമ്പസാരിക്കാതെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ കടന്നുപോയ ഇന്ന് അവൻ നിരാശയുടെ ആഴങ്ങളില. ആത്മഹത്യ മാത്രമേ ഉള്ളൂ. ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തില് കണ്ണുനീരൊടുക്കുന്ന 21 വയസ്സുകാരനെ കുറിച്ചാ സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി തകർത്ത് കളയാനുള്ളതല്ല. ദൈവം ഓർക്കുമ്പോൾ ലോത്തിനെയും അബ്രാഹത്തെയൊക്കെ പോലെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു ജീവിതമാണ് നമുക്കുള്ളത്. കർത്താവ് അബ്രാഹത്തെ ഓർത്തു. അബ്രാഹത്തിന് ദൈവം ഇസഹാക്കിനെ കൊടുത്തു. അവിടുന്ന് ലോത്തിനെ ഓർത്തു, യാക്കോബിനെ എല്ലാം ഓർക്കുകയാ. തലമുറകളെല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരിക്കലും തലമുറകളെ കാണാതെ പോകുന്നവനല്ല. പലരും പറയുമല്ലോ, തലമുറകളുടെ ശാപം കടന്നു വരാറുണ്ടെന്ന്. ഈ ദൈവത്തെ ഒന്ന് ഓർത്തേ, അവൻ അഴിക്കാൻ പറ്റാത്ത കെട്ടുകളില്ല, അവന് മാറ്റാൻ പറ്റാത്ത അവസ്ഥകളില്ല നമ്മുടെ ജീവിതത്തിൽ. ഈ ദൈവത്തെ നീ ഓർത്തു കഴിയുമ്പോൾ അവൻ നിന്നെയും ഓർക്കും. സ്നേഹമുള്ളപ്പോഴാ ഓർമ്മകൾ വരിക. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ ഓർമ്മകളിലായിരിക്കും. ഇഷ്ടപ്പെട്ടവരെ എപ്പോഴും എപ്പോഴും വിളിക്കുവാൻ, സംസാരിക്കുവാൻ, കൂടെ ഇരിക്കുവാനൊക്കെ നാം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഈ തമ്പുരാനെ എന്നെയൊന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ
ആ തിരുസക്രാരുടെ അടുത്ത് ചെന്നിട്ട്, ഈശോയെ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവനെ ഒന്ന് വിളിച്ചേ നിന്റെ ജീവിതത്തിലേക്ക്. അവനെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ചേ. അവിടെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിനക്കും ദാനിയേലിനെ പോലെ പറയാൻ പറ്റും, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് മറന്നിട്ടില്ല എന്ന്. ആ തമ്പുരാന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും. കടബാധ്യതകൾ എങ്ങനെ തമ്പുരാൻ ഓർക്കും? പലരും ചോദിക്കാറുണ്ട്. 8 വർഷമായിട്ട് ഞാൻ കടബാധ്യതയില്ല, ഇതൊന്നും കാണാൻ തമ്പുരാന് പറ്റുന്നില്ല, അവൻ ഓർക്കുന്നില്ല. അതാണ് പലരുടെയും പരാതി. പക്ഷെ നീ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് നീ അവനെ ഒന്ന് ഓർക്കുന്നുണ്ടോ? അവനോടൊന്ന് നീ പറയുന്നുണ്ടോ നിന്റെ കാര്യങ്ങള്? ദൈവമേ, എന്നെ ഒന്ന് ഓർത്തേ എന്ന് നീ ഒന്ന് പറഞ്ഞേ. നിന്റെ നിസ്സഹായതയിലേക്ക് ഇറങ്ങി വരും അവൻ. നിന്റെ കാലിൽ അവന് ബലം പകരും. നിന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തും. അതിനു വേണ്ടിയാ നീ ശ്രമിക്കേണ്ടത്. കണ്ണുനീര് തുടയ്ക്കാനും അവന് പറ്റും. ആ തമ്പുരാന്റെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ. ആ തമ്പുരാന്റെ കൂടെ ഇരിക്കണം. ആ തമ്പുരാനോട് പറയണം, എന്നെ ഓർക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണമെന്ന്. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇതിനൊക്കെ നമുക്ക് സാധിക്കുക. വചനങ്ങളിൽ മുഴുവൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ഒരു ദൈവം അവിടെ ഇരിപ്പുണ്ട്. തന്റെ മക്കളെ ഒരു പിതാവിനും മറക്കാനാവില്ല. അതുകൊണ്ടല്ലേ തമ്പുരാൻ വചനത്തിൽ പറയുക, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അതെ, പിതാവ് നന്മകൾ കൊണ്ട് നമ്മെ സമ്പന്നരാക്കാനിരിക്കുന്നവനാ. അവനോടൊന്ന് ചോദിക്കണം, അവനോടൊന്ന് പറയണം, എന്നെയൊന്ന് ഓർക്കണമെന്ന്. അവനോടൊന്ന് അഭ്യർത്ഥിച്ചാൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് നീതിരഹിതനായ ഒരു ന്യായാധിപനെ കുറിച്ച്. തന്റെ വാതുക്കല് വന്ന് നിരന്തരം പറയുക, നീതി നടത്തി തരണമെന്നൊരു വിധവ. നിരന്തരം ശല്യം സഹിക്കാതെ വന്നപ്പോൾ അവൾക്ക് നീതി നടത്തി കൊടുക്കുന്നതായി നാം കാണുന്നുണ്ട്. മനുഷ്യര് ഇങ്ങനെ വിധിക്കുമ്പോൾ തമ്പുരാൻ 1 മിനിറ്റ് അവനോട് പറഞ്ഞാൽ അത് ചെയ്തു തരാൻ തയ്യാറാകുന്നവനാ. എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നല്ല നാളെയാകട്ടെ എന്ന് പറഞ്ഞ് അവൻ അവരെ മാറ്റി വിട്ടില്ല. മറിച്ച് കരുണ തോന്നി ആ സമയം തന്നെ അവനെ സൗഖ്യപ്പെടുത്തിയെന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. അവന് കാലവിളംബമില്ല, കാലതാമസമില്ല. അത് പിതാവിന്റെ സ്നേഹമാ. ആ പിതാവിന്റെ അടുത്ത് പോയി നീ പറ, എന്നെ ഓർക്കണം, എന്നെ മറന്നു കളയരുതെന്ന് നീ പറ. അവൻ നിന്നെ മറക്കുകയില്ല. അവൻ നമ്മെ അനുഗ്രഹത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കും. അവൻ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ ഈ വലിയ സ്നേഹത്തിന് നാം നന്ദി പറയണം. അപ്പോൾ ദാനിയേലിനെ പോലെ നമുക്കും പറയാൻ സാധിക്കും, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ദൈവ അനുഭവത്തിന് തികവിൽ നിന്ന് നിനക്ക് നന്ദി പറയാനായിട്ട് സാധിക്കും. ദൈവ അനുഭവങ്ങൾ കൊണ്ട് അവിടുന്ന് നിന്നെ മൂടും. തന്റെ ഭക്തർക്ക് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം അവിടുന്ന് നിനക്ക് തരും. അതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാ. എൻ്റെ മുന്തിരിത്തോട്ടം എന്റേതാകട്ടെ എന്ന് പറഞ്ഞ് അവൻ നമ്മെ ചേർത്ത് പിടിക്കും. നീ നട്ട മുന്തിരിച്ചെടിക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ നിനക്കറിയാമെന്നതുപോലെ തമ്പുരാൻ നട്ട മുന്തിരിച്ചെടിയായി നിനക്ക് വേണ്ടതൊക്കെ തരാൻ അവിടുത്തേക്കറിയാം. ആ തമ്പുരാന്റെ മുമ്പിൽ നീ ഇരിക്കണം. നിന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് ഇവളെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എന്റേതാണെന്ന് നീ പറയാറില്ലേ? നിന്റെ മക്കളെ നോക്കിയിട്ട് പറയാറില്ലേ ഇവർ എന്റേതാണെന്ന്? എന്നാൽ ഈ തമ്പുരാന് നിന്നെ നോക്കിയിട്ട് പറയും നീ എന്റേതാണെന്ന്. അതുപോലെ തമ്പുരാനെയും ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, തമ്പുരാനെ, ഞാൻ അങ്ങയുടേതാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അവൻ നമ്മെ മറക്കുകയില്ല. എത്രമാത്രം ദുഷ്ടനായ ഭർത്താവാണെങ്കിലും ഒരിക്കൽ പോലും താൻ താലി കെട്ടിയ ഭാര്യയെ മറന്നു പോകുന്നില്ല. മക്കളെ എത്രമാത്രം ഉപേക്ഷിച്ച് വൃത്തബന്ധത്തിലേക്ക് കൊണ്ടുപോയി വിട്ടാലും ഒരിക്കലും ആ അപ്പനും അമ്മയും മക്കളെ മറന്നു കളയുന്നില്ല. എങ്കില് മനുഷ്യരായ നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവം എത്രയോ ഉന്നതനാണ്. അവൻ നമ്മെ മറന്നു കളയില്ല. അവൻ നമ്മെ ഓർക്കുക തന്നെ ചെയ്യും. ആ തമ്പുരാന്റെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വിശുദ്ധ ബലിയില് പൂർണ്ണമായിട്ട് പങ്കുചേർന്ന് തമ്പുരാന്റെ സ്നേഹം ആസ്വദിക്കാം. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച തമ്പുരാന്റെ സ്നേഹം വിശുദ്ധ ബലിയിൽ പൂർണ്ണമാണ്. നമ്മെ ഓർക്കുന്നവന്റെ അടുക്കലേക്ക് പോയി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കും അനുഗ്രഹം പ്രാപിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ കുടുംബം എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ വഴികൾ നിനക്കറിയാം, ഞങ്ങളുടെ ചിന്തകൾ നിനക്കറിയാം. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓർക്കണം. ആ നെഹെമ്യ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, അങ്ങ് എന്നെ അനുസ്മരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളും ഒക്കെ കടന്നു പോയാലും, കാലങ്ങളും വർഷങ്ങളും കടന്നു പോയാലും മറക്കാത്ത തമ്പുരാൻ, പേരുകൾ ഉള്ളെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തമ്പുരാൻ നീയാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ തമ്പുരാനെ, അവിടുന്ന് എന്നെ ഓർത്ത് എന്നും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.